പക്ഷെ കരിമണൽ കർത്തയുടെ ഡയറിയിൽ PV ഉണ്ട്, പിണറായി വിജയനുണ്ട്. ED ആകട്ടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് വീണ വിജയനെയാണ്. ഈ വീണ വിജയനാകട്ടെ, നമസ്കാരം, വീണ വിജയന്റെ എക്സോളജിക്കും കരിമണൽ കർത്തയുടെ CMRലും ഒക്കെ കത്തിക്കയറിക്കൊണ്ടിരിക്കുക. EDയുടെ കഥ നമുക്കറിയാലോ. നേരത്തെ ED റെയ്ഡിന് വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന. വീണയ്ക്ക് കൂട്ടിടാൻ വേണ്ടിയിട്ട് ED തയ്യാറെടുത്തിരിക്കുന്നുവെന്നും വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് അത് മിക്കവാറും സംഭവിക്കും, അല്ലെങ്കിൽ വെള്ളിയാഴ്ച അത് സംഭവിക്കുമെന്നും അതിനുവേണ്ടി അണിയറയിലെ മിന്നൽ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും എല്ലാ മാധ്യമങ്ങളും അത് വാർത്ത ചെയ്യുന്നുമുണ്ട്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന എക്സാലോജിക് CMRL പണമിടപാട് കേസിൽ എന്തായി കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്നത്? മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയന്റെ മകൾ ആയിരുന്നു ഈ വീണ വിജയൻ എന്നതുകൊണ്ടാണ്. അതായത് കരിമണൽ കർത്തയുമായിട്ടുള്ള വഴിവിട്ട സാമ്പത്തിക ഇടപാടുകൾ. അതിൽ PV എന്ന പേരും പിണറായി വിജയൻ എന്ന പേരും കരിമണൽ കർത്തയുടെ ഡയറിയിൽ ഉള്ളതുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഇടപാടുകൾ എന്ന രീതിയിലാണ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന എന്ന ഒരു പ്രയോഗം അവിടെ പ്രയോഗിക്കേണ്ടി വരുന്നത്. ഏതായാലും പഴയ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കാര്യങ്ങൾ അത്ര ഒട്ടും ഭദ്രമല്ല എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വരുന്ന വെള്ളിയാഴ്ച, അതായത് ഈ 12-ാം തീയതി കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഹാജരാകാൻ വേണ്ടിയിട്ട് വീണയ്ക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. അതിനൊക്കെ മുന്നോടിയായി ED നടത്തുന്ന ചില നീക്കങ്ങൾ പിണറായി ക്യാമ്പിനെ അപ്പാടെ ഭയപ്പെടുത്തുന്നുമുണ്ട്. ഇതിനിടയിൽ ചില ദുബായ് കണക്കുകളുണ്ട്, പിന്നെ ചില ലോക്കറുകളുണ്ട്, ഇല്ലാതായിട്ടുള്ള അപ്രത്യക്ഷമായിട്ടുള്ള ചില ലോക്കറുകളുണ്ട്. അതൊക്കെ ED കുത്തിപ്പൊക്കുന്നു. ആയിരുന്നു എന്നൊക്കെ EDക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ദുബായിലെ അക്കൗണ്ടുകളിലേക്ക് EDയുടെ അന്വേഷണം പോകുന്നുണ്ട്. CMRൽ നിന്ന് വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിലേക്കും അവിടെ നിന്ന് ദുബായ് കേന്ദ്രീകരിച്ചിട്ടുള്ള ചില ബാങ്ക് അക്കൗണ്ടുകളിലേക്കുമൊക്കെ അനധികൃതമായിട്ടുള്ള പണ കൈമാറ്റം നടന്നതായിട്ട് ED സംശയിക്കുന്നുണ്ട്. ഇതിനായി വിദേശകാര്യ മന്ത്രാലയമായിട്ടും UAEയുടെ എംബസിയുമായിട്ടും ഒക്കെ സഹായം ED തേടിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഒരു വാർത്ത പുറത്തു വന്നത് വീണയെ രക്ഷിക്കാൻ വേണ്ടി പ്രവാസി വ്യവസായിയുടെ കളി നടക്കുന്നുണ്ട്. പ്രവാസി വ്യവസായി വീണയെ രക്ഷിക്കുമെന്ന. മുമ്പ് ഈ ബാങ്ക് അക്കൗണ്ടുകൾ, ദുബായിലെ ഈ ബാങ്ക് അക്കൗണ്ടുകൾ SFIO പരിശോധിക്കാൻ തുനിഞ്ഞപ്പോൾ പിണറായിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു പ്രമുഖ വ്യവസായി ഇടപെട്ട് അത് അട്ടിമറിച്ച വാർത്ത പുറത്തു വന്നിരുന്നു. ഈ ഒരു പ്രമുഖ വ്യവസായി എന്താ പേര് പറയാൻ ധൈര്യമില്ലടെ എന്ന് ചോദിക്കരുത്. പേര് പറയാൻ ധൈര്യമില്ല. കാരണം ആ പ്രവാസികളെ നമുക്കൊക്കെ എതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേരിൽ ഡൽഹിയിൽ പോയി കേസ് പറയാനും അതിന് കോടികൾ ചെലവാക്കി കേസ് പറയാനും നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതൊന്നും പേര് പറയാത്തത് മനഃപൂർവ്വമാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, മിക്കവാറും ചാനലുകളൊന്നും അത് പേര് പറയില്ല. മുമ്പ് പേര് പറഞ്ഞിട്ടുള്ളവരൊക്കെ ആകെ അണ്ടം കീറി നടക്കുകയാണ്. നമുക്കതിനുള്ള പറ്റാഞ്ഞിട്ടാണ്. അപ്പോൾ അറിയാവുന്ന വിവരങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നു മാത്രം. ഏതായാലും അത്തരത്തിൽ പിണറായിയുമായി അടുത്ത ബന്ധമുള്ള പ്രമുഖ വ്യവസായി ഇടപെട്ട് അത് അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്നതും അട്ടിമറിച്ചിരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടെന്ന്. എന്നാൽ ഇത്തവണ ആ കളി നടക്കുമെന്ന് തോന്നുന്നില്ല. EDയുടെ ഡയറക്ടർ രാഹുൽ നവീന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വളരെ കുറ്റമറ്റ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കളി നടക്കുമെന്ന് തോന്നുന്നില്ല. നിലവിൽ വീണ വിജയനോ അല്ലെങ്കിൽ CMRL MD ശശിധരൻ കർത്തയ്ക്കോ ബാങ്ക് ലോക്കറുകൾ ഇല്ല എന്നാണ് രേഖയിലുള്ളത്. എന്നാൽ 2 വർഷം മുമ്പ് വരെ ഇവർ ഉപയോഗിച്ചിരുന്ന 7 ലോക്കറുകളുടെ വിവരങ്ങൾ ED പൊക്കിയിട്ടുണ്ട്. അത് ലോക്കറില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ ലോക്കറില്ല എന്നാണ് അർത്ഥം. മുമ്പ് ലോക്കറുകൾ ഉണ്ടായിരുന്നു. അപ്പോ അത്തരം വിവരങ്ങൾ പൊക്കിയെടുക്കുമ്പോൾ ലോക്കർ ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ ED പറയേണ്ടി വരും. ഇപ്പോഴും ഈ ലോക്കറുകൾക്ക് കൃത്യമായി ലോക്കർ ഫീസ് അടയ്ക്കുന്നുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ വിജയന് കുരുക്കാം. കാര്യം ലോക്കർ നിലവിലില്ല. പണ്ടെങ്ങാന്റെ ലോക്കർ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ ലോക്കറിന് ഫീസ് ഇട്ട് അടയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണയ്ക്ക് അത് വലിയ കുരുക്കായി മാറുമെന്ന കാര്യത്തിൽ വല്ല സംശയമുണ്ടോ? ഒരു സംശയം വേണ്ട. കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയാനുള്ള നിയമത്തിലെ കടുത്ത വകുപ്പാണ് സെക്ഷൻ 50. സെക്ഷൻ 50 പ്രകാരമാണ് ED സമൻസ് വീണയ്ക്ക് അയച്ചിരിക്കുന്നത്. ഒരു സിവിൽ കോടതിക്ക് തുല്യമായ അധികാരമുള്ള ഈ സമൻസ് ലഭിച്ചാൽ രേഖകൾ നൽകാതിരിക്കാൻ വീണയ്ക്കെന്നല്ല ആർക്കും കഴിയില്ല എന്നതാണ് ഒരു വസ്തുത. അല്ലാതെ ഞാൻ കൊടുക്കൂല, നോക്കി വേണമെങ്കിൽ എടുത്തോ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. വീണയ്ക്ക് മുന്നിലുള്ള വഴികൾ അതുകൊണ്ട് തന്നെ അടഞ്ഞു എന്ന് പറയുന്നതാണ് ശരി. കാര്യം സേവനങ്ങളൊന്നും നൽകാതെ CMRൽ നിന്ന് 2,78,00,000 രൂപ കൈപ്പറ്റിയതിനും 50 ലക്ഷം രൂപ ലോണായി വാങ്ങിയതിനും എന്ത് തെളിവ് എടുത്തു വെച്ചു കൊടുക്കുക? എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തു വെച്ചു കൊടുക്കുക? ആ കേസിൽ വീണ വിജയൻ ഒന്നും പറയാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ. നേരത്തെ വീണയുടെ മുഹമ്മദ് റിയാസിന്റെ വീടുകൾ നടന്നിട്ടുള്ള റെയ്ഡുകളിൽ പിടിച്ചെടുത്തിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ, ഫോണുകൾ, അതൊക്കെ EDയുടെ പക്കലുണ്ട്. എന്തായാലും ഈ കേസിൽ വീണയ്ക്ക് മുൻകൂർ ജാമ്യം കിട്ടുക എന്നത് അത്ര എളുപ്പമൊന്നുമില്ല. കാരണം PMLA സെക്ഷൻ 45 അനുസരിച്ചിട്ട് കടുത്ത വ്യവസ്ഥകൾ ഉള്ളതിനാൽ ഡബിൾ ആണ് കേട്ടോ.
ഇരട്ട വ്യവസ്ഥകളാണുള്ളത്. അതുകൊണ്ട് തന്നെ കള്ളപ്പണ കേസുകളിൽ മുൻകൂർ ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. വളരെ വളരെ പ്രയാസമാണ്. ഇ ഡി ഒരറ്റത്തുനിന്ന് പൂട്ടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഇടാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നില്ല. ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആശുപത്രിയിൽ ഇനി പോയി അഡ്മിറ്റ് ആകാനോ ഇനി അതല്ലെങ്കിൽ കൂടുതൽ സമയം ചോദിക്കാനോ ഒക്കെ വക്കീൽ വഴി വീണ ശ്രമിച്ചേക്കാം. എന്നാൽ ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വാറണ്ട് ഇല്ലാതെ സെക്ഷൻ 19 പ്രകാരം ഇ ഡി വീണയെ അറസ്റ്റ് ചെയ്യും. ഇതാണ് പണി കിട്ടുമെന്ന് പറഞ്ഞത്. CPM-ന്റെ കൈമലർത്തൽ അവിടെയാണ് കിടക്കുന്നത്. രാഷ്ട്രീയ വാരിക്കുഴികൾ ഒരുക്കിയിട്ട് മറുഭാഗം കാത്തു നിൽക്കുന്നുണ്ട്. കാര്യം പിണറായിയെ സൈഡാക്കാൻ വേണ്ടി ഇപ്പോ കേരള CPM രാഷ്ട്രീയത്തിൽ വലിയൊരു വിഭാഗം ഉണ്ട്. ജില്ലാ കമ്മിറ്റികളിൽ കഴിഞ്ഞ മീറ്റിങ്ങുകളിലൊക്കെ പിണറായിക്കെതിരെ തിരിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല, മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇ ഡി റെയ്ഡിന് എത്തിയപ്പോൾ CPM അണികൾ ഇ ഡി സംഘത്തെ കല്ലും വടിയും ഒക്കെ കൊണ്ട് ആക്രമിച്ചിരുന്നു. അന്ന് ഇ ഡി ചോദ്യങ്ങൾ ചോദിക്കുന്ന മകളോടാണ്, തന്നോടല്ല എന്ന് പിണറായി ആ സമയത്ത് പിണറായി എന്ന് പറയുന്ന CPM-ന്റെ നേതാവിനോട് ഇ ഡി ഒന്നും ചോദിക്കുന്നില്ല, പിണറായിക്ക് ഭീഷണിയൊന്നുമല്ല, അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞില്ല. അത് മറച്ചുവെച്ച് പാർട്ടി സഖാവിനെ, തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഇ ഡി പിടിച്ചോണ്ട് പോകുന്നു എന്ന മട്ടിലാണ് അവിടെ അക്രമങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നടത്തിയത്. എന്നാൽ പിന്നീട് ചോദ്യങ്ങൾ ചോദിച്ച തന്നോടല്ല മകളോടാണ് എന്നൊക്കെ പിണറായി വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നേതാവിന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഞങ്ങളെ തെരുവിലിറക്കിയത്, ഞങ്ങളുടെ മക്കളെയൊക്കെ ജയിലിലാക്കിയത്, ഇനിയും 10-200 എണ്ണത്തിനെ പിടിക്കാനുണ്ട്, ഇവരെയൊക്കെ അകത്താക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയത് അവരുടെ കുടുംബം എന്തിനാണ് കുളം തോണ്ടിയത് എന്നുള്ള ചോദ്യം കിടക്കുന്നുണ്ട്. അത് മാത്രമല്ല, വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോ അറസ്റ്റോ കാര്യങ്ങൾ വന്നാൽ നേതാവിന്റെ മകളെ രക്ഷിക്കാൻ ഞങ്ങൾ എന്തിനാണ് തെരുവിൽ ഇറങ്ങേണ്ടത്, ആ ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. അത് അണികളുടെ ഇടയിൽ വളരെ ശക്തമാണ്. ഇനിയും വീണയ്ക്ക് വേണ്ടിയിട്ട് തെരുവിൽ ഇറങ്ങിയിട്ട് കേന്ദ്ര ഏജൻസികളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നേതാക്കൾ വരെ അഴിക്കുള്ളിലാകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് CPM ഇത്തവണ കൈമലർത്തി എന്താ വെച്ചാൽ അയക്കോ എന്ന് പറയാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. അങ്ങനെയാ തോന്നുന്നത്, അല്ലാതെ വേറെ മാർഗമില്ല. ചുരുക്കം പറഞ്ഞാൽ ഇ ഡിയുടെ പത്മവ്യൂഹത്തിൽപ്പെട്ട വീണ വിജയനും ഒപ്പം പിണറായി വിജയനും ഈ വലയിൽ വീഴുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഇവിടെ ഏറ്റവും സംശയകരമായിട്ടുള്ള മറ്റൊരു വസ്തുത, പിണറായി വിജയൻ പ്രത്യക്ഷത്തിൽ ഇ ഡിയുടെ ലക്ഷ്യമല്ല എന്ന് നമുക്കൊക്കെ തോന്നും. പക്ഷെ കരിമണൽ കർത്തയുടെ ഡയറിയിൽ PV ഉണ്ട്, പിണറായി വിജയനുണ്ട്. ഇ ഡി ആകട്ടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് വീണ വിജയനെയാണ്. ഈ വീണ വിജയനാകട്ടെ പിണറായി വിജയന്റെ മകളുമാണ്. പിണറായി വിജയന്റെ മകളായ വീണ വിജയൻ പണം വാങ്ങിയതാകട്ടെ മുഖ്യമന്ത്രിയെ സ്വാധീനിച്ച് കരിമണൽ കർത്തയ്ക്ക് വേണ്ട വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനാണ് എന്ന് സംശയമുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ തെളിവുകളും സ്വരുക്കൂട്ടിയ ശേഷം അവസാനം പിണറായിയെ തൂക്കി അകത്താക്കാൻ വേണ്ടിയിട്ടാണോ ഈ കരുനീക്കങ്ങൾ എന്നാണ് സംശയിക്കേണ്ടി വരുന്നത്. Different angles. Don't forget to subscribe and support this channel.